നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പർ എന്ന് കേൾക്കുമ്പോൾ ഒരു കാലത്ത് മലയാളികൾ ഒന്നടങ്കം ഭയന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ റിപ്പർ എന്ന സീരിയൽ കില്ലർ കേരളത്തിൽ മാത്രമല്ല 1980കളുടെ അവസാനത്തിൽ ലണ്ടൻ നഗരത്തെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, ജാക്ക് ദ റിപ്പർ. കിഴക്കൻ ലണ്ടനിൽ റിപ്പറിനായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ 1988 പോലീസിന് റിപ്പർ ഒരു ബോക്സ് അയച്ചു കൊടുത്തു. റിപ്പറിന്റെ കൈകളാൽ കൊല്ലപ്പെട്ട ഏതോ ഒരു സ്ത്രീയുടെ വൃക്കയുടെ ഭാഗമായിരുന്നു അതിനുള്ളിൽ. ഫ്രം ഹെൽ എന്ന തലക്കെട്ടോടുകൂടി ഒരു കത്തും അതിനൊപ്പം ഉണ്ടായിരുന്നു. റിപ്പറിന്റെ കത്തിന്റെ ഫോട്ടോ അന്ന് എടുത്തിരുന്നു. എന്നാൽ യഥാർത്ഥ കത്തും ബോക്സും പിന്നീട് എവിടെയോ അപ്രതീക്ഷിതമായി. ഇതുവരെ ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത റിപ്പർ എന്ന കൊലയാളിയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അടങ്ങിയ കത്തായിരുന്നു അത്. ജാക്ക് ദി റിപ്പറിനെ കുറിച്ചുള്ള ഒരു പോലീസ് ഫയൽ 136 വർഷത്തിന് ശേഷം ഈ കേസിന്റെ അന്വേഷണ സംഘത്തിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്റെ തലമുറക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. മെട്രോപൊളിറ്റൻ പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഇൻസ്പെക്ടർ ജോസഫ് ഹെൻറി ഹെൽസണിന്റെ ചെറുമകനാണ് നിർണായക വിവരങ്ങൾ അടങ്ങിയ ഫയൽ സൂക്ഷിച്ചിരുന്നത്. ഹെൽസൺ കുടുംബത്തിലെ 4 തലമുറകളിലൂടെ കൈമാറി വന്നതാണ് ഈ രേഖകൾ. കൊലയാളിയുടെ ആദ്യകാല ഇരയായ മൈക്കൽ ഓസ്ട്രാഗിന്റെ 2 ചിത്രങ്ങളും സൗസി ജാക്ക് പോസ്റ്റ് കാർഡിന്റെ നിലവിലുള്ള ഒരേയൊരു പകർപ്പും രേഖകളിൽ ഉൾപ്പെടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വഴിതെറ്റിക്കാൻ റിപ്പർ അയച്ചതാണ് ഈ ചിത്രങ്ങളെന്ന് കരുതപ്പെടുന്നു. റഷ്യൻ കുടിയേറ്റക്കാരനും ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്തു കഴിഞ്ഞിരുന്ന മൈക്കൽ ഓസ്ട്രാഗ് പിന്നീട് ഫ്രഞ്ച് ജയിലിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ജാക്ക് റിപ്പർ ചെയ്ത കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഓസ്ട്രാഗ് മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നുവെന്ന് അന്വേഷണ സമയത്ത് തന്നെ തെളിഞ്ഞിരുന്നു. ആർക്കൈവിൽ ഡിയർ ബോസ് എന്ന കത്തിന്റെ ഒരു പകർപ്പുമുണ്ട്. ജാക്ക് ദി റിപ്പർ എന്ന് ഒപ്പിട്ടതാണ് കൊലപാതകി പോലീസിന് അയച്ച കുറിപ്പാണിത്. കൊലപാതകിയുടെ പേര് ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ഈ കത്തിലാണ്. തന്റെ കത്ത് ഇപ്പോഴും നല്ല മൂർച്ചയുള്ളതാണെന്ന മുന്നറിയിപ്പും കത്തിലുണ്ട്. കൈയക്ഷരം ആരെങ്കിലും തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിൽ പോലീസ് നിരവധി പകർപ്പുകൾ പ്രസിദ്ധീകരിച്ചതിനാൽ കത്തിന്റെ ഈ പകർപ്പ് ഒരു പത്രത്തിൽ നിന്നുള്ള ചിത്രമാണെന്നും കരുതുന്നു. റിപ്പർ കൊലപ്പെടുത്തിയ മേരി ആൻ നിക്കോൾസിന്റെ മൃതദേഹത്തിന്റെ ഒരു ഭീകരമായ ഫോട്ടോയും ഇതിനൊപ്പമുണ്ട്. ഏകദേശം 10,000 പൗണ്ട് വിലമതിക്കുന്ന ആർക്കൈവ് ഹെൽസന്റെ ചെറുമകൻ വിട്ടൺ ആൻഡ് ലെയിങ്കാണ് ലേലത്തിൽ വെച്ചത്. കുറ്റകൃത്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ വളരെ അപൂർവമായി മാത്രമേ വിൽപ്പനയ്ക്ക് വയ്ക്കാറുള്ളൂ. മാർച്ച് 22-നാണ് ലേലം നടക്കുന്നത്. 6 വർഷത്തെ സേവനത്തിന് ശേഷം 1895 പോലീസിൽ നിന്ന് വിരമിച്ച ഹെൽസൺ റെയിൽവേയിൽ ജോലി ലഭിച്ച് തന്റെ ജന്മനാടായ ഡെവോണിലേക്ക് മടങ്ങുകയായിരുന്നു. 1920-ൽ 75-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു.